The round is impersonations. എത്തുന്ന contestant, of course, is Molly Krishna. എത്തുന്ന കഥാപാത്രം വളരെ വളരെ ഫേമസ് ആയ സോഷ്യൽ ആക്ടിവിസ്റ്റ് കെ അജിത. നമസ്കാരമുണ്ട്. വനിതാരത്നത്തിലേക്കൊക്കെ ക്ഷണിച്ചിട്ട് ഒരു കസേര കിട്ടൂലേ ഇരിക്കാൻ? വനിതാരത്നവും സീരിയലും ഒന്നും ഞാൻ കാണലൊന്നുമില്ല. എന്നാലും സ്ത്രീകളെ പരിപാടിയല്ലേ, അതിനെക്കൊണ്ട് വിളിച്ചപ്പോൾ വന്നതാണ്. പിന്നെ മുരളി നാളിൻ്റെ വിളിച്ച് പറഞ്ഞിട്ടൊരു പരിപാടി ഉണ്ട്, ഇതൊക്കെ നന്നാകുന്നുണ്ട്, മക്കളൊക്കെ വളരെ നന്നാകുന്നുണ്ട്. രഞ്ജിനീനെ എനിക്കറിയാം, കുട്ടി നല്ല ബോൾഡാണ്. പെൺകുട്ടികളായ അങ്ങനെ വേണോ, എല്ലാവരും കണ്ടുപഠിക്കണം കേട്ടോ. ഈ ധൈര്യം ഓൽക്കൊക്കെ പറഞ്ഞു കൊടുക്കണേ. പിന്നെ ഇവരെ രണ്ടുപേരെ സിനിമ കാണുന്ന കൂട്ടത്തിലൊന്നും അല്ല ഞാൻ. എന്തായാലും അറിയാം കേട്ടോ, അംബികെ സിത്താരെ അല്ലേ, അറിയാം, നിങ്ങളൊക്കെ അറിയാക്കി. പിന്നെ മുരളി ഇവരെയൊക്കെ ഗ്രൂപ്പിംഗ് ഒക്കെ ചെയ്യാറില്ലേ ഇല്ലേ? സ്ത്രീകളെ മാത്രം ഗ്രൂപ്പ് ചെയ്താൽ പോരാ, പുരുഷന്മാരെ ചെയ്യണം. അതാണ്, പുരുഷന്മാരാണ് ആദ്യം ഗ്രൂപ്പ് ചെയ്യേണ്ടത്. ഈ പീഡനങ്ങൾ നടക്കുന്നത് എന്താണ്? നമ്മള് സ്ത്രീകളെ അടുക്കളയിൽ പിടിച്ചിടും, പുരുഷന്മാരെ തുറന്നു വിടും. ഇതോണ്ടല്ലേ. പിന്നെ ഈ വേദിയിലേക്ക് വിളിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഇവരെ ഈ പാട്ടും ഡാൻസും മാത്രം ഒന്നും പോരാട്ടോ, ഇവരെ ധൈര്യം, ഇവർക്ക് ഒരു തൻ്റെ ഉണ്ടാക്കി കൊടുക്കണം. വെറുതെ ഡാൻസ് ചെയ്തോണ്ട് കാര്യമില്ലല്ലോ. ഇല്ല, വെറുതെ ഡാൻസ് ചെയ്തോണ്ട് കാര്യമില്ല. ധൈര്യം വേണം, കരുത്ത് വേണം. അത് ആർജിക്കാനുള്ള റൗണ്ടുകൾ കൂടെ കീഴിൽ ഉൾപ്പെടുത്താൻ അവരോടൊക്കെ പറയണം. നമുക്ക് ഇതിന്റെ പ്രൊഡ്യൂസർ മദൻ സാറോട് പറയാം. ഞങ്ങൾക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിച്ചറിയാണ്ടായിരുന്നു. ഈ ഇപ്പം നിങ്ങൾ ഇപ്പം കോഴിക്കോട് സ്ത്രീകളുടെ തന്നെ ഒരു മൂവ്മെന്റ് ഒരുപാട് തുടങ്ങിയിട്ടുണ്ട്, നല്ല മൂവ്മെന്റ്സ് കൊണ്ടുവന്നുണ്ട് അവിടെ. അതിൽ ഈ അന്വേഷിയുടെ നിലപാടുകൾ പലപ്പോഴും കേരളത്തിലെ രാഷ്ട്രീയത്തിൽ തന്നെ മാറ്റിമറിക്കാൻ ഒക്കെ സഹായിച്ചിട്ടുണ്ട്. അത് ആ അന്വേഷിയെ കുറിച്ചൊന്ന് പറയാമോ? അന്വേഷി എന്ന് പറഞ്ഞാൽ വനിതാ കൗൺസിലിംഗ് സെന്റർ ആണ്, കോഴിക്കോട് കോട്ടുവിളി ആണ്. അതിൽ ഞങ്ങൾ എല്ലാ സ്ത്രീകൾക്കും ഒരു പ്രശ്നമുണ്ട്, അത് അറിഞ്ഞാൽ ഞങ്ങൾ എത്തും അവിടെ അവരെ രക്ഷിക്കാൻ. ഐസ്ക്രീം പാർലർ കേസിനെതിരെയൊക്കെ അന്വേഷിച്ച് നന്നായിട്ട് ശക്തമായി തന്നെ മുന്നിലുണ്ട്. സ്ത്രീകളുടെ പ്രശ്നങ്ങൾ എവിടെയെങ്കിലും സ്ത്രീകളെ എന്താണ് പുരുഷ മേധാവിത്വത്തിൽ നിന്നും ഉണർത്താൻ, അവരെ അത് എഴുന്നേൽപ്പിക്കാൻ ഞങ്ങൾ അവിടെ എത്തും. തീർച്ചയായിട്ടും ഞങ്ങൾ എത്തും. അതാണ് അന്വേഷി. നക്സൽ പ്രസ്ഥാനവും അതിൽ ജയിലിൽ പോയ ആ ഒരു അനുഭവമൊക്കെ ഉണ്ടല്ലോ, ഇതിനെക്കുറിച്ച് എന്തെങ്കിലും കുറച്ച് പറയാമോ? അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ ഓർമ്മക്കുറിപ്പുകളിൽ എഴുതിയിട്ടുണ്ട്. എന്നാലും നമ്മൾ നേരിട്ട് നക്സൽ പ്രസ്ഥാനത്തിലേക്ക് ഞാൻ എത്തുന്നത് എൻ്റെ അച്ഛൻ കുന്തിക്കൽ നാരായണൻ, അദ്ദേഹമാണ് എൻ്റെ, അതും 17-ാം വയസ്സിൽ പ്രീ ഡിഗ്രി ഒക്കെ പഠിക്കുന്ന സമയത്താണ് ഈ നക്സൽ പ്രസ്ഥാനത്തിലേക്ക് ഞാൻ എത്തുന്നത്. കേരളത്തിലെ തൊഴിലാളി വർഗത്തിൻ്റെ അവരടിച്ചമർത്തപ്പെട്ട ആ ഒരു സിറ്റുവേഷനിൽ അവരെ ഉയർത്തിയെടുക്കാൻ ഞങ്ങൾ കേരളത്തിൽ നക്സലിസം കൊണ്ടുവന്നു. അതിൻ്റെ പേരിൽ പുൽപ്പള്ളി കലാപത്തിൻ്റെ പേരിലൊക്കെയാണ് ജയിലായത്, ജീവപര്യന്തമായിരുന്നു. അതൊക്കെ കുറച്ച് കഷ്ടമുള്ള കാലം തന്നെയായിരുന്നു. എന്നാലും അവിടെയും ഞാൻ പിടിച്ചു നിന്നു. എൻ്റെ വിപ്ലവം, മനസ്സിലെ വിപ്ലവം അവിടെയും കാത്തു സൂക്ഷിച്ചു. അതാണ്. അജിത എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഒരു വിപ്ലവകാരിയാണ് എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ സന്തോഷമാണോ തോന്നിയിട്ടുള്ളത്, അല്ല ഒരുപാട് കഷ്ടങ്ങൾ അനുഭവിച്ചൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്കിത് വേണ്ടായിരുന്നു എന്ന് ഫീൽ ചെയ്യുകയും, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും എനിക്കൊരു പിൻഗാമി ഇതുപോലെ വേണം അങ്ങനെ ഫീൽ ചെയ്ത സമയങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഒരിക്കലും കഷ്ടത ഉണ്ടായിട്ടില്ല. ഞാൻ ജയിലിലായ സമയത്തും മാവോയുടെയും മാർക്സിസവും എൻ്റെ സിദ്ധാന്ത പഠനം ഞാൻ അവിടെ തുടർന്നൊരു വ്യക്തിയാണ്. ഞാൻ എൻ്റെ വിപ്ലവകാരിയെ നശിപ്പിക്കാനാവില്ല, അത് ഞാൻ ആ സമയത്തും കാണിച്ചു കൊടുത്തൊരു സ്ത്രീയാണ് ഞാൻ. ഒരിക്കലും നക്സലിസത്തിൽ ഒരു തെറ്റായെന്ന് എനിക്ക് അത് തോന്നിയിട്ടില്ല, ഒരിക്കലും തോന്നിയിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ എനിക്കൊരു പിൻഗാമി വേണം, ആരാണ് ഞാൻ കഴിഞ്ഞ അടുത്ത് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്?
ഈ നെക്സലിസം കേരളത്തിൽ 1971-81 ആ സമയങ്ങളിലാണ്. ഇപ്പൊ കാലം മാറി. ഇപ്പൊ നെക്സലിസം ഇപ്പൊ നമുക്ക് നിയമത്തിന്റെ ബലത്തിലേ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. കേരളം കണ്ട ഒരു ധീര വനിതയാണ് കെ അജിത. സോഷ്യൽ ആക്ടിവിസ്റ്റ്, സ്ത്രീകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അജിതയെ ഇവിടെ ഈ വേദിയിൽ കൊണ്ടുവന്ന മോളി കൃഷ്ണയ്ക്ക് നല്ലൊരു കൈഡിയോടെ നമുക്ക് അപ്രീഷിയേറ്റ്. നമ്മൾ ഇതുവരെ മീറ്റ് ചെയ്തിരിക്കുന്നത് വളരെ സ്ട്രോങ് ആയ 3 ഡിഫറെൻ്റ് ആയ കഥാപാത്രങ്ങളെയാണ്, റിയൽ വിമൻ. ആൻഡ് ഇവരെ ഈ ഒരു രൂപത്തിൽ ഈ കണ്ടസ്റ്റൻസ് ഇവിടെ ജീവൻ കൊടുക്കുമ്പോൾ ഇമോഷൻസ് പറഞ്ഞ് അറിയിക്കാൻ പറ്റുന്നില്ല. ബിക്കോസ് ഐ കാൺ ബിലീവ് ഇത് നിങ്ങൾ തന്നെയാണ്. ഒരു മോളി കൃഷ്ണ വിഷ്വലി ഇങ്ങനെ മാറി, യുനോ കെ അജിത മാം ആയി, ആ ഒരു ഫീലിങ്സോട് കൂടി സംസാരിക്കുന്നു. ആ ഒരു ലൈഫ് മനസ്സിലാക്കണം അല്ലേ, അതായി ജീവിക്കണം നമ്മൾ കുറച്ച് നാൾ ഈ ഒരു ഇമോഷനോട് പറയാൻ. സോ again once again I'm stunned at all of you. Great job. ഇനി ആസ് മോളി കൃഷ്ണ നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം അവരുടെ അഭിപ്രായങ്ങൾ. മുരളി ചേട്ടാ. മോളി നന്നായിരുന്നു. നല്ല ഇതും ഞാൻ ആദ്യത്തെ കണ്ടസ്റ്റന്റിനോട് പറഞ്ഞ പോലെ മൂക്കിന് താഴെ കിടക്കുന്ന ആളാണ്. നമുക്ക് കണ്ടെത്താൻ നമുക്കല്ല, മോളിക്ക് കണ്ടെത്താൻ പറ്റിയിരുന്നില്ല. അവസാനം നമ്മൾ കണ്ടെത്തി. സെലക്ഷനാണ് അതിൻ്റെ ഒരു മെയിൻ ഇത്. ഭാഷ എനിക്ക് ഇല്ല, ഭാഷ പ്രശ്നമല്ല. യുവർ ഫേസ് സ്ട്രക്ചർ ഈസ് ഓൾസോ അത് ആ ട്രാൻസ്ഫോർമേഷന് സഹായിക്കുന്ന തരത്തിലുള്ള അങ്ങനെയാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ഒരാളെ തിരഞ്ഞെടുക്കേണ്ട സമയത്ത് അതാണ് വേണ്ടത്. ഓക്കെ, അതൊക്കെ നന്നായിരുന്നു. ബിഗിനിങ്ങിൽ ഇപ്പൊ ചിരിച്ചില്ലേ അത് കുറച്ച് ആ പെർഫോമൻസിൽ കൂടി വരണമായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. അവര് പക്ഷേ അങ്ങനെ വർത്താനം അറിയോര് അങ്ങനെയാണ് വർത്താനം പറയുന്നത്. എന്നുവെച്ചാല് തൊട്ടൊക്കെ കുറച്ചൊരു കൃത്രിമത്വം ഉണ്ടായിരുന്നു എന്ന് ഞാൻ പേടിച്ചു. പക്ഷെ പിന്നീട് അത് പോയി. അതുപോലെ ഗൗരവം കുറച്ചുകൂടി ചില സ്ഥലത്ത് കുറച്ച് കുറയ്ക്കാം, നമുക്ക് അത് ചെയ്യാം. മനസ്സിലായില്ല? അത് അപ്പോൾ 2 ഷെയ്ഡിങ് കൊടുക്കണം അവര്. വിപ്ലവകാരി എന്ന് പറയുമ്പോൾ അങ്ങനെ എടുത്തു പിടിച്ച് സംസാരിക്കണമെന്നില്ല. അജിതേച്ചി അങ്ങനെ അല്ല, മനസ്സിലായില്ലേ? അപ്പോൾ ആ ഒരു എലമെൻറ്റും കൂടി കുറച്ച് വരാമായിരുന്നു എന്നൊന്ന്. ചുണ്ടനെ പിടുത്ത അവസ്ഥയിലായിരുന്നു. അത് മെയിൻറ്റെയിൻ ചെയ്തു. അത് പിന്നെ നെറ്റി, ഹെയർ സ്റ്റൈല്, അതിന് ആക്ച്വലി നമുക്ക് മേക്കപ്പ് ചെയ്ത് തന്ന അവരുടെയും എല്ലാം എല്ലാവരുടെയും കൂടി ഇതായിട്ട് തന്നെ പറയുന്നത്. പക്ഷെ അത് നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്താലേ അതുകൊണ്ട് ഒരു ഗുണമുള്ളൂ. അപ്പോൾ അത് മോളി നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്തു. പിന്നെ കുറച്ച് ക്ലെവർ ആവാമായിരുന്നു എന്നെനിക്ക് തോന്നുന്നു ആൻസേഴ്സിൽ. എസ്പെഷ്യലി ഇവിടെ നിന്ന് വന്ന ചോദ്യത്തിൽ ആ പീരീഡ് പറയേണ്ടിയിരുന്നില്ല, അവിടെ ക്ലെവർ ആവാമായിരുന്നു. അത് അപ്പോൾ അതൊക്കെ 19 കൊല്ലായില്ലേ എന്നൊക്കെയുള്ള ലൈനിലങ്ങ് പറഞ്ഞു പോയാൽ മതി, അറിയില്ലെങ്കിൽ കേട്ടോ. അതെ അതൊക്കെ അറിയാമായിരുന്നിട്ടും നന്നായിരുന്നു. സാധനം നന്നായിരുന്നു കേട്ടോ. നമുക്കത് നോക്കിയാൽ മതി. അതിൽ ആ പീരീഡൊക്കെ പോയത് പോട്ടെ കേട്ടോ. ഓക്കെ മോൾ, താങ്ക് യു. മോളി നന്നായിരുന്നു. മേക്കപ്പ്, ഗെറ്റപ്പ്, എവറിത്തിങ് ഈസ് നൈസ്. സംസാരം നന്നായി. പിന്നെ എനിക്ക് കുറച്ചൊരു ഇത് തോന്നി, ആ ഇരുന്നപ്പോൾ ഉള്ളത് മാത്രമേ കുറച്ചൊരു ആർട്ടിഫിഷ്യൽ ആയോ എന്ന് തോന്നിയുള്ളൂ. കാല് വെച്ച് അങ്ങ് ഇരുന്നപ്പോൾ അതിനകത്ത് പെട്ടെന്നൊരു മാൻലി ഇതുപോലെ അവരങ്ങനെയാണ്, അവരുടെ ഒരു മാനറിസം അങ്ങനെയാണ്. ബട്ട് ദ വേ യു സാറ്റ് അത് ഇറ്റ് വാസ് നോട്ട് നൈസ്. അത് കുറച്ചൊരു ഇതായിട്ട് തോന്നി. ബട്ട് അതർവൈസ് ഇറ്റ് വാസ് മൊത്തത്തിൽ നന്നായിരുന്നു. ആൻസേഴ്സ് ഒക്കെ നന്നായിരുന്നു. അതിൽ ഇത് മാത്രമേ ഒരു ഡേറ്റ് അത് അറിഞ്ഞുകൂടായിരുന്നെങ്കിൽ പറയണ്ടായിരുന്നു എന്നുള്ളത്. അതർവൈസ് ഇറ്റ് വാസ് നൈസ്, വെരി ഗുഡ്. നന്നായിരുന്നു. ഇതിൽ വന്നിരിക്കുന്ന എല്ലാ ആൾക്കാരും അവരുടെ ശരീര പ്രകൃതിക്കും അവരുടെ ഫേസിൻ്റെ ഷേപ്പിനും അവർക്കുള്ള ഓരോ ഫീച്ചേഴ്സ് ഉണ്ടല്ലോ. അപ്പം നിങ്ങളുടെ തന്നെ കണ്ണ്, ലിപ്പ്, അതിനൊക്കെ അനുസരിച്ചിട്ടുള്ള ക്യാരക്ടേഴ്സ് അങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. ഇറ്റ് ലുക്ക് റിയലി നൈസ് ഓൺ യു. പിന്നെ ഈ പറഞ്ഞ പോലെ സമയം ഞാനൊക്കെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു ചോദ്യം ചോദിച്ചിട്ട് മറുപടി കറക്റ്റായിട്ട് അറിയില്ല എന്നുണ്ടെങ്കിൽ ആ സമയത്ത് അത് അങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞങ്ങ് ഉരുളും. ആ സമയം എന്ന് പറയുമ്പോൾ ഏത് സമയം ടൈം എനിക്ക് അറിയാം, അതുകൊണ്ട് പറഞ്ഞു വന്നപ്പോൾ അങ്ങ് ഇതായി മാറിപ്പോയതാണ്. ബട്ട് എനിവേ ഇറ്റ് വാസ് നൈസ് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. ഓക്കെ സുമാലി, ഈ ഇംപേഴ്സണേഷൻസ് എന്ന് പറയുമ്പോൾ ആൾക്കാരുടെ പ്രതീക്ഷയും നിങ്ങൾ നൽകുന്നതും സോ മച്ച് ഡിഫറെൻ്റ് ആണ്. സോ ഡിഫറെൻറ്റ്. സോ നിങ്ങൾക്ക് വേണ്ടിയാണ് അപ്ലോസ് മുഴുവൻ, ബിക്കോസ് നിങ്ങളാണ് അത് പ്രാവർത്തികമാക്കുന്നത് ത്രൂ ഹിസ് ഗൈഡൻസ് ഓഫ് കോഴ്സ്. സോ
നമുക്ക് മോളിയുടെ മാർക്സ് നോക്കാം. ഓക്കെ, അംബിക ചേച്ചി ഔട്ട് ഓഫ് 25. 21. Wonderful. മോളിക്ക് 25-ൽ 19 മാർക്ക്. 20. താങ്ക് യു 20 total marks 60. 60 മാർക്സ് ആണ്, which is very very good. And I think naturally നമ്മൾ ഇത്രയും എഫേർട്ട് എടുത്ത് നന്നായി ചെയ്യുമ്പോൾ നല്ല മാർക്സ് എപ്പോഴും കിട്ടും. Good job, Molly. Thank you very much.